ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, ഷലോം. പ്രിയരെ, ഇന്നൊരു ചിന്ത നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല പ്രയാസങ്ങളിലൂടെയും കഷ്ടതയിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ നാം ചിന്തിക്കാറില്ലേ, ദൈവം പോലും നമ്മെ കൈവിട്ടോ എന്ന്. ഇത്തരം സന്ദർഭത്തിലൂടെ കടന്നു പോയിരുന്ന വ്യക്തിയായിരുന്നു ദാവീദ് രാജാവ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യത്തിൽ താൻ ഇപ്രകാരം പറയുന്നു: എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടത് എന്ത്. ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ഇശിയായുടെ കുടുംബത്തിലെ 8-ാമനായിരുന്ന ദാവീദിനെ എല്ലാവരാലും കൈവിടപ്പെട്ടവനായിരുന്നു. ഈ എല്ലാവരാലും കൈവിടപ്പെട്ടവരുടെ പ്രത്യേകത, ഒരു പ്രതീക്ഷയും ഇല്ലാത്തവരെയാണ് എല്ലാവരും കൈവിടുന്നത്. ഒരു സാധ്യതയും ഇല്ലാത്തവരെയാണ് എല്ലാവരും കൈവിടുന്നത്. കൈവിടപ്പെട്ടവർ കൂട്ടങ്ങളിൽ ഒരുമിച്ച് പാർക്കാറില്ല, അവരെപ്പോഴും തനിച്ചായിരിക്കും. അതേപോലെ തന്നെയായിരുന്നു ദാവീദിനെ എല്ലാവരും കൈവിട്ടപ്പോൾ ദാവീദ് വനാന്തരത്തിൽ ഒറ്റയ്ക്ക് പോയി പാർത്തിരുന്നു. ഇന്ന് വീടുകളിൽ എല്ലാവരും ഒരുമിച്ച് പാർക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് പലരും ഒറ്റയ്ക്കാണ്. പലരുടെ ഹൃദയത്തിൽ നിന്നും കൈവിടപ്പെട്ടവരാണ്. മാനുഷികമായ ബന്ധങ്ങളിൽ കൈവിട്ടവരുണ്ട്, പ്രതിസന്ധികളിൽ കൈവിട്ടവരുണ്ട്, രോഗാവസ്ഥയിൽ കൈവിട്ടവരുണ്ട്. അപ്പനെയും അമ്മയെയും ഉപേക്ഷിക്കുന്ന ലോകത്താണ് ഇന്ന് നാം ജീവിക്കുന്നത്. കർത്താവ് പോലും തനിക്ക് സഹിക്കാൻ കഴിയാത്ത വേദനയിലൂടെ കടന്നു പോയപ്പോൾ താൻ ഇപ്രകാരം പിതാവിനോട് പറഞ്ഞു: ഏലി ഏലി ലമ്മ ശബക്താനി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ത്. കർത്താവ് ഇപ്രകാരം പ്രാർത്ഥിച്ചു: എന്റെ ഇഷ്ടമല്ല, പിതാവിന്റെ ഇഷ്ടം നിവൃത്തിയാക്കണമെന്ന്. അതേ പ്രിയരെ, നമ്മുടെ പ്രാർത്ഥനയും ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാകാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. എന്റെ ജീവിതത്തിലും ഇതുപോലെ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. എന്തെന്നാൽ എന്റെ കൂടെ നിന്ന കൂട്ടുകാരും എന്റെ സഹോദരങ്ങളും എല്ലാവരും എന്നെ കൈവിട്ട ഒരു നിമിഷം. പക്ഷെ ദൈവത്തിന്റെ സ്നേഹമാണ് എന്നെ എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അതേ ദൈവസ്നേഹം നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. അതേ പ്രിയരെ, മനുഷ്യർ കൈവിടുന്നിടത്ത് ദൈവത്തിന്റെ ഇഷ്ടം നിവൃത്തിയാകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ തകർച്ചയിൽ, നിങ്ങളുടെ നിരാശയിൽ, നിങ്ങളുടെ ഒറ്റപ്പെടലിൽ ദൈവം നിങ്ങളെ കൈവിട്ടതല്ല, ദൈവം നിങ്ങളെ ചേർത്ത് പിടിച്ചതാണ്. ദൈവം എന്തിനാണ് നിങ്ങളെ ചേർത്ത് പിടിച്ചതെന്നറിയോ? നിങ്ങളെ ഉപേക്ഷിച്ചവരുടെ മുന്നിൽ, നിങ്ങളെ കൈവിടപ്പെട്ടവരുടെ മുന്നിൽ നിങ്ങളെ ഉയർത്തി മാനിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തെ ആഴമായി അറിയുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിന്റെ കൂടെ നടക്കുക. മറക്കരുത്, കൈവിടപ്പെട്ടയിടത്തു നിന്നും തിരിച്ചു വരുവാനുള്ള നാളുകളാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.